ഹായ്, എല്ലാവർക്കും മിസ്റ്റർ ഷൈനിലേക്ക് സ്വാഗതം. ഉണ്ണി മുകുന്ദൻ പാനിന്റെ സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഉണ്ണി മുകുന്ദൻ്റെ ഒരു തേരോട്ടം എന്ന് പറയാം. പണ്ട് സമാജം സ്റ്റാർ എന്നൊക്കെ വിളിച്ച് കളിയാക്കിയ ഉണ്ണി മുകുന്ദൻ ഇന്നൊരു സൂപ്പർ സ്റ്റാറായി വളർന്നൊരു കഥയുണ്ട്. അത് നിസ്സാരമായ ഒരു കഥയല്ല. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നോ എന്നൊക്കെ പറയുന്ന ഒരു ഡയലോഗ് എപ്പോഴും ചേർന്ന് ഉണ്ണി മുകുന്ദൻ എന്ന് തോന്നിയിട്ടുണ്ട്. ഒരു ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് ഇല്ലാണ്ട് തന്റെ കഴിവിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് താൻ പ്ലാൻ ചെയ്ത രീതിയിൽ തന്നെ കരിയർ കൊണ്ടുപോവുകയും അതിനുവേണ്ടി ഒരുപാട് ഡെഡിക്കേഷനോട് കൂടി സിനിമയെയും തന്റെ പ്രൊഫഷനെ സമീപിച്ചൊരു വ്യക്തിയാണ് ഉണ്ണി മുകുന്ദൻ. പക്ഷെ വേറെ ഏതൊരു താരമാണെങ്കിൽ പോലും തനിക്ക് നേരിടുന്ന ആ ദുരവസ്ഥകൾ, അതായത് ഒരു കേരളം പോലെ ഒരു നാട്ടില് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അത്യാവശ്യം വർഗീയതയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മണ്ണില് ഒരു സിനിമയിൽ തന്റെ അഭിപ്രായങ്ങൾ പറയുകയും തന്നെ ഒരു മതത്തിന്റെ മാത്രം വക്താവായി ചിത്രീകരിച്ചുകൊണ്ട് ഒതുക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുകയും സമാജം സ്റ്റാർ എന്ന് പറഞ്ഞ് കളിയാക്കുകയും താൻ അഭിനയിച്ച മാളികപ്പുറത്തെ കുറിച്ച് അത് വലിയൊരു ഹിറ്റായിട്ട് പോലും ആരും ചർച്ചയ്ക്ക് എടുക്കാണ്ട് ഉണ്ണി മുകുന്ദനെ ഒരു ഭക്തിപ്പടം എന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബിലുള്ള ആൾക്കാരും കളിയാക്കുകയും പിന്നെ ജയ് ഗണേഷ് എന്ന് പറഞ്ഞ സിനിമയായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഈ ഉണ്ണി മുകുന്ദൻ ഗണപതി റോളിലാണെന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കിയ പ്രമുഖ ചാനൽ വരെ നമുക്കുണ്ട്. അങ്ങനെ സമാജ സ്റ്റാറായി, ഹിന്ദുത്വവാദിയായി മാറി, അങ്ങനെ അയ്യപ്പന്റെ ആളായി മാറി, പുള്ളി ഒരു അയ്യപ്പനായി മാറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജയ് ഗണേശിന്റെ ഗണപതിയായി മാറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മോശമായ രീതിയിലാണ് ഉണ്ണി മുകുന്ദനെ മലയാളക്കാരെ ട്രീറ്റ് ചെയ്തത്. പാൻ ഇന്ത്യ സ്റ്റാർ എന്ന രീതിയിൽ നമുക്ക് മലയാളത്തിൽ ഒരു സ്റ്റാർ ഉണ്ടായിരുന്നു. പുള്ളി പാൻ ഇന്ത്യ സിനിമകൾ മാത്രമേ ചെയ്യത്തുള്ളൂ. ദുൽഖർ സൽമാൻ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിക്ക് ഒരിക്കലും റീജിയനിലാകും മലയാള ഭാഷയിൽ തനിയൊരു പടം ചെയ്യാൻ വേണ്ടി പുള്ളി ചെയ്യുവാണെങ്കിൽ പാൻ ഇന്ത്യൻ ലെവലിൽ ചെയ്യത്തുള്ളൂ. ആ ലെവലിലേക്കൊക്കെ മാറാൻ ശ്രമിച്ച് എല്ലാ ഭാഷയിലും പോയി അഭിനയിച്ചു നോക്കിയപ്പോൾ ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് റീച്ച് കിട്ടാണ്ട് പോയ ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ദുൽഖർ സൽമാൻ. കിങ് ഓഫ് കൊത്ത എന്ന പടമായിട്ട് വന്ന് അത് എട്ടുകളിൽ പൊട്ടുകയും പിന്നീട് മലയാളത്തിൽ പടം ചെയ്യാൻ പേടിക്കുന്ന ഒരു അവസ്ഥയിൽ പുള്ളി എത്തി. പുള്ളി തെലുങ്കിൽ പോയി പടം ചെയ്യുന്നു, അത് റീമേക്ക്, അത് ഡബ് ചെയ്തുകൊണ്ട് നമ്മുടെ ഭാഷയിൽ എത്തിപ്പെടുന്നു. അത് പാൻ ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊട്ടിക്കോഷിച്ചൊക്കെ ഉണ്ട്. മൊത്തത്തിൽ പാൻ ഇന്ത്യൻ സെറ്റപ്പ് ആയിരുന്നു ദുൽഖർ സൽമാൻ ഫോളോ ചെയ്തു. പക്ഷെ മലയാളത്തിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് മലയാളത്തിൽ മാത്രം സിനിമ ചെയ്തുകൊണ്ട് ആ സിനിമയെ പാൻ ഇന്ത്യൻ ലെവലിലേക്ക് എത്തി ഇന്ന് നോർത്ത് ഇന്ത്യ മുഴുവൻ അടിച്ച് തൂഫാനായിക്കൊണ്ടിരിക്കുകയാണ് മാർക്കോ എന്ന് പറഞ്ഞ സിനിമ. ഉണ്ണി മുകുന്ദന്റെ ജീവിത സാഹചര്യങ്ങളും പുള്ളിക്ക് ഒരു മലയാളം നല്ല രീതി വഴങ്ങാത്ത ഗുജറാത്തിൽ ജനിച്ചു വളർന്ന് പുള്ളിക്ക് മലയാളം സംസാരിക്കുമ്പോൾ അതിന്റെ പോരായ്മകൾ ഉണ്ടെന്ന് മനസ്സിലാക്കി ഡയലോഗ് ഡെലിവറി ഒക്കെ പറയുമ്പോഴും ഒരു ഗാംഭീര്യം ഇല്ലാത്ത രീതിയിലൊരു ഡെലിവറി, അതായത് നമുക്ക് ഇഷ്ടപ്പെടില്ല പുള്ളിയുടെ ഒരു സംഭാഷണ രീതികളൊക്കെ തുടക്കത്തിലൊക്കെ. അപ്പൊ അങ്ങനെ നിന്ന് അവിടുന്ന് താൻ എങ്ങനെയൊക്കെയാണ് ഈ ഇൻഡസ്ട്രി പിടിച്ചേക്കേണ്ടതെന്ന് മനസ്സിലാക്കി പിന്നെ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ ഒക്കെ നടത്തി അത്യാവശ്യം ഒരു മസിലലിയനൊക്കെ ആയിട്ട് മാറി അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പുള്ളി എത്തിപ്പെടുകയും പിന്നെ പോലെ സിനിമയിൽ പുള്ളി അഭിനയിക്കും, അതും അത്യാവശ്യം ഹിറ്റാകുകയും പിന്നെ മാളികപ്പുറം ജയ് ഗണേഷ് എന്ന് പറഞ്ഞൊക്കെ പുള്ളി അടുത്ത ഘട്ടത്തിലേക്ക് പുള്ളിയുടെ ഒരു ലെവൽ മാറ്റിക്കൊണ്ടിരുന്നു. അപ്പൊ ഒരുപാട് പേര് പിച്ച് ചിന്തുകയും ഒരുപാട് പേര് കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും അവഗണനകളുടെ ഇടയിലൂടെയാണ് ഉണ്ണി മുകുന്ദൻ കടന്നു വന്നത്. പക്ഷെ അതിന്റെയൊക്കെ ഒരു ഫലമായിരിക്കാം പുള്ളിക്ക് ഇന്ന് ദൈവം കൊടുത്ത ഈ മാർക്കോ എന്ന് പറഞ്ഞ സിനിമയുടെ വിജയം. അത് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു വിജയമല്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും രസകരമായ വസ്തുത. ഇന്നിപ്പോ നമ്മൾ യൂട്യൂബ് ചാനലിൽ ഇന്റർവ്യൂസ് ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ എനിക്ക് മിക്ക ചാനലുകളിലും പുള്ളി ഇപ്പൊ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. പുള്ളിക്ക് ലാംഗ്വേജ് ഫ്ലുവൻസി അത്യാവശ്യം ഉള്ളതുകൊണ്ട് തന്നെ അവര് അത് ആഘോഷിക്കപ്പെടുന്നുണ്ട്. ഗുജറാത്തി സംസാരിക്കുന്ന, ഇംഗ്ലീഷ് സംസാരിക്കുന്ന, ഹിന്ദി സംസാരിക്കുന്ന, അപ്പൊ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ കുറച്ച് സ്വീകാര്യത നോർത്ത് ഇന്ത്യൻ ഓഡിയൻസിനുണ്ടായി. ഈ ആഷ് KGF ആയിട്ട് വന്നപ്പോൾ കിട്ടിയ അതേ സ്വീകാര്യത തന്നെയാണ് ഉണ്ണി മുകുന്ദന് നോർത്ത് ഇന്ത്യയിൽ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ ഒരു സിനിമ അവിടെ എത്രത്തോളം തരംഗമാവുകയും നമ്മുടെ സിനിമയിൽ അഭിനയിച്ച ഒരു സ്റ്റാർ സൂപ്പർ സ്റ്റാർ ആയിട്ട് വളർന്നൊരു അവസ്ഥയും കൂടിയാണ്. ഈ സൂപ്പർ സ്റ്റാർ എന്ന് ഇപ്പൊ വിളിക്കുമ്പോൾ ആർക്കും പരാതിയില്ല. ഉണ്ണി മുകുന്ദൻ സൂപ്പർ സ്റ്റാർ ഉണ്ണി മുകുന്ദൻ വിളിച്ചാൽ ആർക്കും ഇപ്പൊ പരാതിയില്ല. കാരണം ആൾക്കാർ അങ്ങ് അക്സെപ്റ്റ് ചെയ്തു ഉണ്ണി മുകുന്ദനെ കൊണ്ട് പറ്റും എന്ന രീതിയിൽ. അപ്പൊ ഇതൊരു മോട്ടിവേഷനാണ് നമുക്ക് എടുക്കാം നമ്മുടെ ലൈഫിൽ. നമ്മളെ കുറ്റപ്പെടുത്താനും കളിയാക്കാനും നമ്മളെ മോശമായിട്ട് ചിത്രീകരിക്കാനും നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെയും മോശം എന്ന രീതിയിൽ പറഞ്ഞ് ആൾക്കാരിൽ പ്രചരിപ്പിക്കുകയും നമുക്ക് തന്നെ സങ്കടം, നമ്മളെ മനസ്സിലാക്കപ്പെടുന്നില്ലെന്നോ വേദന ഉള്ളപ്പോൾ പോലും അതൊന്നുമല്ല, നമ്മളെ മനസ്സിലാക്കുന്ന ഒരു കാലം വരും, നമ്മുടെ മേഖലയിൽ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചാൽ മാത്രം മതി എന്ന് തെളിയിച്ചുകൊണ്ടാണ് ഇപ്പൊ മാർക്കോ എത്തിപ്പെട്ടത്. എനിക്ക് മാർക്കോയിൽ എനിക്ക് ഏറ്റവും അഭിമാനം എന്നുള്ളത് അതിന്റെ പ്രൊഡ്യൂസറിനോടും ഡയറക്ടറോടും. ഏത് വിഭാഗത്തിനാണോ ഏറ്റവും കൂടുതൽ ഉണ്ണി ഒരു കണ്ണിലെ കരടായി മാറിയത് അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ടത്, പക്ഷെ മാർക്കോ സിനിമ അണിയിച്ചൊരുക്കിയത് ആ വിവാദത്തിൽപ്പെട്ട ആൾക്കാരാണ്. ഞാൻ ഇവിടെ വർഗീയത പറഞ്ഞല്ല. അപ്പോ ഈ വിദ്വേഷം ഇതൊക്കെ ആരാണ് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുള്ളൂ. ആർക്കാണ് ഇതിന്റെ അജണ്ട? ഒരാളെ നമ്മൾ ചാപ്പ് കൂത്താൻ വേണ്ടി. ഈ സിനിമ നിർമ്മിച്ച ആളാണ് നമുക്കറിയാം, ഈ സിനിമ ഡയറക്റ്റ് ചെയ്ത ആളാണ് നമുക്കറിയാം. ഇവരൊക്കെ വിശ്വസിക്കുന്ന ഇതിലാണെന്ന് നമുക്കെല്ലാം അറിയാം. പക്ഷെ അവരൊക്കെ സിനിമയായിട്ട് കാണുകയും ഉണ്ണി മുകുന്ദൻ എന്ന് പറഞ്ഞ ആക്ടായിട്ട് കാണുകയും ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ സിനിമ ഉണ്ടായത്. അവിടെ അവരുടെ മനസ്സിലൊരു വർഗീയതയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തകൾ വന്നിരിക്കും സിനിമ ഉണ്ടാകത്തില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയകളിലാണ് ഇത് കൂടുതലും ചർച്ചകൾ ചെയ്യുന്നത്. ഈ വർഗീയമായിട്ടുള്ള കാര്യങ്ങൾ, ഈ സമാജ സ്റ്റാർ അല്ലെങ്കിൽ ഗണപതി ആവുന്നു എന്നൊക്കെ പറഞ്ഞത് സോഷ്യൽ മീഡിയയിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. സാധാരണ മനുഷ്യനോട് നേരിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ ഇന്ന വരെ ഒരു വർഗീയത ആയാലും കണ്ടില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിലേക്ക് വന്ന എല്ലാവർക്കും വർഗീയതയാണ്. എനിക്കറിയത്തില്ല എന്നാണ്. അപ്പോൾ
അഭിമാനിക്കാവുന്ന നിമിഷമാണ്. നോർത്തിൽ നമ്മുടെ മാർക്കോ സിനിമ ഭയങ്കരമായിട്ട് സക്സസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. പുതിയൊരു താരോദയം, പുതിയൊരു പാൻ ഇന്ത്യ സ്റ്റാർ, പുതിയൊരു സൂപ്പർ സ്റ്റാർ ഉണ്ണിമുകുന്ദൻ പറഞ്ഞിരിക്കുന്നു. ഈ യാഥാർത്ഥ്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. ഇനിയും പാൻ ഇന്ത്യ സിനിമകളായിട്ട് വരാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ നെപ്പോ കിഡ്സുകൾക്ക് ഉണ്ണിമുകുന്ദനെ പോലെയുള്ള ഒരു പ്രചോദനമാവട്ടെ. ഇങ്ങനെയാണ് നമ്മൾ വളർന്നു വരേണ്ടെന്നൊരു തിരിച്ചറിവ് ഉണ്ടാവട്ടെ. അയാൾ നൂലിൽ കെട്ടി നമ്മളെ സിനിമയിലേക്ക് ഇറക്കിയിട്ട് നമ്മൾ വലിയ ആളായി മാറി ചിന്തിക്കാതിരിക്കുക. അത് ഞാൻ ആരെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അപ്പൊ ഉണ്ണിമുകുന്ദന്റെ ഈ വളർച്ചയ്ക്ക് പിന്നിൽ, ഈ സക്സസിന് പിന്നിൽ ഞാൻ എന്ന വ്യക്തി അഭിമാനിക്കുന്നു. അപ്പോൾ സൂപ്പർ സ്റ്റാർ ഉണ്ണിമുകുന്ദന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അപ്പൊ ഇനി നാളെ വീഡിയോ സെറ്റ് വരെ ബൈ.